പൊന്മേരി ശിവക്ഷേത്ര മഹോത്സവം 28 മുതൽ ഫെബ്രുവരി 4 വരെ വിവിധ ക്ഷേത്രാചാര ചടങ്ങുകളോടുകൂടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പൊന്മേരി ശിവക്ഷേത്രത്തിലെ ഉത്സവം 2026 വരുന്ന 28-ാം തീയതി ബുധനാഴ്ച 8 മണിക്ക് കൊടിയേറുകയാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷത്തിൻ്റെ 7ാമത്തെ ദിവസം നഗരപ്രദക്ഷിണവും 8ാമത്തെ ദിവസം ആറാട്ടും ആറാട്ട് സദ്യയോടും കൂടി ഉത്സവ ആഘോഷ അവസാനിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രഭാത ഭക്ഷണവും അതേപോലെ ഉച്ചയ്ക്ക് ഉച്ച ഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ ഉണ്ടാവും. പൊന്മേരി ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവം എന്ന് പറയുന്നത് വിപുലമായ ഉത്സവ ചടങ്ങുകൾ, പ്രത്യേകിച്ച് നമ്മുടെ 6-ാം ദിവസമുള്ള ഫെബ്രുവരി 2-നുള്ള ഉത്സവബലി ദർശനം, അതാണ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പൊന്മേരി ശിവക്ഷേത്ര ഉത്സവമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആഘോഷ പരിപാടികൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോഗ്രാമുകൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത് പൊന്മേരി പ്രദേശത്തുള്ള വലിയ സാംസ്കാരിക കൂട്ടായ്മ, പ്രദേശത്തുള്ള കലാസമിതികൾ, നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കലാ സംഘടനകൾ, ഇവർക്കൊക്കെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവർക്കൊക്കെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള പൾസ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വലിയ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഫഷണലായിട്ടുള്ള പരിപാടികൾ ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ ഉത്സവം സംഘടിപ്പിച്ച് വരുന്നത്. ഈ തവണയും ആ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം തന്നെ, ആഘോഷ പരിപാടികളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മലബാറിലെ ത്രിമൂർത്തി സംഗമ സ്ഥാനമാണ് ഈ ശ്രീ പൊന്മേരി ശിവക്ഷേത്രത്തിനുള്ളത്. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവർക്ക് ഒരേ സമയം പ്രതിഷ്ഠയുള്ള കേരളത്തിലെയും അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പൊന്മേരി ശിവക്ഷേത്രം. കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി പൊന്മേരി ശിവക്ഷേത്രത്തെ ഉത്സവം എന്ന് പറയുന്നത് നാടിൻ്റെ ഉത്സവം തന്നെയാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം ശ്രമഫലമായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിനും ആയിരങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രമായി പൊന്മേരി ശിവക്ഷേത്രം മാറിയിട്ടുണ്ട്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.